എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ഒരു ശബ്ദം എല്ലാ ദിവസവും നമുക്ക് കേൾക്കാം. God's voice will be heard every day. ഇന്നത്തെ വിഷയം ഓപ്പൺ ഡോർസ്, തുറന്ന വാതിലുകൾ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്നത് ഓപ്പൺ ഡോർസിനെ പറ്റിയാണ്. തുറന്ന വാതിലുകൾ. ദൈവം തുറന്നത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. പല നാളുകളായി, പല വർഷങ്ങളായി, പല ദിവസങ്ങളായി ഒക്കെ ആമേൻ ഡിലേ ആക്കി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഒത്തിരി താമസിച്ച് ഇന്നുവരെ നടക്കാത്ത ചില വിഷയങ്ങൾ, ചില പേപ്പറുകൾ ഇന്നുവരെ കയ്യിലേക്ക് സൈൻ ചെയ്ത് കിട്ടാത്ത ചില ഗവൺമെന്റ് പേപ്പേഴ്സ്, ഇന്നുവരെ നടക്കാത്ത ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയുന്നു. ആമേൻ. ദൈവം ആമേൻ ഇന്നേ ദിവസം മുതൽ ആമേൻ ദൈവത്തിന്റെ തുറന്ന വാതിലുകൾ, ദൈവം അനേകർക്കായി വാതിലുകൾ തുറക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു, നീ എന്റെ നാമം നിഷേധിച്ചതുമില്ല. ദൈവം തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകൾ ആമേൻ ഒരു കാലത്തും ഒരു മനുഷ്യനോ ആമേൻ ഒരു പിശാചിനോ അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ ദൈവം വാതിലുകൾ തുറന്നു തരും. ഇത് ഒരു ആമേൻ വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ട ആമേൻ സ്തോത്രം ഒരു വചനമാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ വ്യക്തമായി പ്രവചന സ്വരത്തിൽ യേശുവിൻ നാമത്തിൽ വാതിലുകളെ തുറന്ന് നിങ്ങളുടെ മുന്നിൽ തരുക. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം വാതിലുകളെ തുറക്കുക. ഇംഗ്ലീഷ് ബൈബിളിനകത്ത് പറയുന്നു, Behold, I have set before thee an open door, and no man can shut it. I have kept a door open before you, that you can go through the door. You can get the answer through the door. Door means the door is a place where you can go inside and have the blessings of God. The door is a move that never you have seen in front of you. ഇന്നു വരെ കാണാത്ത ചില ചലനങ്ങൾ ആമേൻ സംഭവിക്കും നമ്മുടെ മുന്നിൽ. പരിശുദ്ധാത്മാവ് ഇതിനെ കേട്ടോണ്ടിരിക്കുന്ന വിശ്വസിക്കുന്ന ആമേൻ ആൾക്കാർ, ഇന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുടുംബങ്ങളെ ആമേൻ ആരെങ്കിലും ജീവിതത്തിൽ തോൽവി സംഭവിച്ച് ആമേൻ ഡിലേ ആയിരിക്കുന്ന നിന്റെ എന്തെങ്കിലും വിഷയങ്ങളുടെ മുന്നിൽ ആമേൻ പ്രയാസപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, കർത്താവിനെ തിരിച്ചറിഞ്ഞാൽ, കർത്താവിന്റെ വചനം തിരിച്ചറിഞ്ഞാൽ, ആത്മാവിൽ ദൈവത്തിന്റെ വചനത്താൽ വെളിപ്പാട് പുസ്തകം 3:8 വ്യക്തമായി പറയുന്നു, ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പിശാചിനോ ഒരു മനുഷ്യനോ ആമേൻ ആ വാതിൽ അടയ്ക്കാൻ പറ്റത്തില്ല. ആ അധികാരം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, നമ്മൾ അത് വിളിച്ച് ഡിക്ലെയർ ചെയ്ത് കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ഏത് തന്നെ പ്രശ്നമാണേലും, ഏത് തന്നെ വിഷയമാണേലും, ആമേൻ സ്തോത്രം, വിസയുടെ വിഷയമാണെങ്കിലും, ഏത് തന്നെ വിഷയം, കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന്റെ വിഷയമാണെങ്കിലും, ഏത് തന്നെ വിഷയത്തിന് മുമ്പിലാ നിങ്ങൾ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നത്, ബുദ്ധിമുട്ടിയിരിക്കുന്നത്, സാമ്പത്തിക വിഷയത്തിലാണോ, ആമേൻ സ്തോത്രം, ദൈവം നിങ്ങളുടെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇതാ ദൈവം നിങ്ങളുടെ മുന്നിൽ ആമേൻ ഈ 2026 ആമേൻ വാതിലുകളുടെ ആമേൻ അടച്ചിട്ട വാതിലുകളെ തുറക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ നാമത്തിൽ ഇന്ന് കേട്ട തിരുവചനം അനുസരിച്ച് ആമേൻ അനേകർക്കായി തുറന്നിരിക്കുന്ന വാതിലുകളെ അടയ്ക്കാതെ, ആമേൻ ആർക്കും അടയ്ക്കാൻ പറ്റാതെ വണ്ണം സ്വർഗത്തിലേക്ക് തുറന്നിട്ട് ആ വാതിലുകൾ അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തെ തിരിച്ചറിഞ്ഞവർ ആ വാതിൽ കൂടെ കയറി അനുഗ്രഹം പ്രാപിക്കട്ടെ. ആമേൻ. God bless you. Amen. Have a nice day. God bless you. Bye.
you.